ഒരുപാട് കാലമൊന്നും എന്നെ താനിങ്ങനെ കൊണ്ടു നടക്കേണ്ടി വരില്ല കേട്ടോ. തുടങ്ങിയോ? ദൈവത്തിന്റെ മുമ്പിലിരുന്ന് ആരെങ്കിലും ആയുസെണ്ണോ? വേറൊന്നുമല്ല, എന്റെ കാലം കഴിഞ്ഞാ തന്റെ അവസ്ഥ എന്താവോന്ന് ആലോചിച്ചിട്ടാ. അതിനെക്കുറിച്ച് പേടിക്കേ വേണ്ട. അരവിന്ദേട്ടന്റെ അവസാന നിമിഷം വരെ എനിക്കൊന്നും പറ്റരുതേന്ന് ഞാൻ ആഗ്രഹിക്കും. എന്തിനു വേണ്ടിയാന്നറിയോ? അരവിന്ദേട്ടനെ പരിചരിക്കാൻ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്തെങ്കിലും ചെയ്ത് ഞാൻ അങ്ങ് കൂടെ വരും. മിണ്ടാതിരുന്നോ അവിടെ? ചാവുമ്പോ കൂടെ ചാവുന്ന കാര്യം പറയുന്നോ? അല്ലാണ്ട പിന്നെ നിങ്ങൾ ഇവിടുന്ന് സ്വർഗത്തിൽ പോയി ഒറ്റയ്ക്ക് നടക്കാന്ന് വിചാരിക്കണ്ട, ഞാനും വരും. വാ. എന്താ മോളെ ചിരിച്ചേ? ഒന്നുമില്ല, ഞാൻ കുറെ നേരം രണ്ടാളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണോ രണ്ടാളെപ്പോഴും? ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാ അല്ല. വീട്ടിലെത്തിയാല് ഇത്തിരി കുട്ടികളിയൊക്കെ ഉണ്ട്. എനിക്കില്ലേ മോളെ, ഇദ്ദേഹത്തിനാ. എന്ത് ചെയ്യാനാ മോളെ? പിള്ളേരൊക്കെ പഠിച്ച് കല്യാണം കഴിച്ച് അങ്ങ് വിദേശത്താ. വീട്ടില് ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ജനക്കമ്പി പിടിച്ച് പുറത്തേക്ക് നോക്കി വീർപ്പടക്കി നിൽക്കാനൊന്നും ഞങ്ങളില്ല. കിട്ടുന്ന നേരം പരസ്പരം സ്നേഹിച്ചങ്ങ് തീർക്കും. അതെ, പറഞ്ഞു പിള്ളേരോട് കൂടുതൽ കഥകളൊന്നും വിസ്തരിക്കാൻ നിക്കണ്ട. താൻ പോടോ അവിടുന്ന്. തന്റെ ഒരു കാര്യം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷെങ്കിലും ആയോ? ഇല്ല, വളരെ അടുത്താ കഴിഞ്ഞത്. എന്നിട്ട് അതിന്റെ ലക്ഷണമൊന്നും കാണാനില്ലല്ലോ. രണ്ടുപേരും തമ്മിൽ വഴക്കെന്തെങ്കിലും ഉണ്ടോ? പിന്നെ അവര് കൊച്ചു പിള്ളേരല്ലേ, പ്രേമിച്ച് നടക്കുന്ന പ്രായം. അതിനിടയിൽ എവിടുന്നാടോ വഴക്ക്? അതൊന്നും പറയണ്ട. രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലേ മോളെ? അമ്മ അങ്ങനെ ചോദിച്ചാ വഴക്കൊക്കെ വേണോന്നേ. സ്നേഹത്തിന്റെ കൂടെ വഴക്കം ഉണ്ടാവുമ്പോഴേ അതിനൊരു രസമുള്ളൂ. ഞങ്ങളെ തന്നെ നോക്ക്, ഈ നിക്കുന്ന നിപ്പിലങ്ങ് വഴക്കിടും. പക്ഷേ ആ വഴക്കിന്റെ നീളം 2 മിനിറ്റാ. അത് കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മിണ്ടാതിരിക്കാൻ പറ്റില്ല. മോനെ, ഇവരീ പെണ്ണുങ്ങളുണ്ടല്ലോ, ഇവരുടെ മനസ്സ് സോഫ്റ്റാ. ചിലപ്പോ പൊട്ടിത്തെറിച്ചെന്തെങ്കിലും പറയും, അത് മണ്ടത്തരമായിരിക്കുകയും ചെയ്യും. ഇവയൊക്കെ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാലേ ദാമ്പത്യം പോലെ സുഖകരമായ ഒരു ഏർപ്പാടേ വേറെ ഇല്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 50 വർഷം. ഈ സെപ്റ്റംബറില് 50 വർഷം തികയ്യ. പക്ഷേ 50 വർഷം കഴിഞ്ഞു പോയത് അറിഞ്ഞിട്ടേയില്ല. ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഏത് അവസ്ഥയിൽ വേണമെങ്കിലും നമുക്ക് പരസ്പരം പ്രണയിക്കാം. അതുണ്ടാകുമ്പോ നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല. ആ, എന്താ രണ്ടുപേരുടെയും പേര്? ഞാൻ സൂര്യ, ഇത് നന്ദിനി. ഇനി എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം കേട്ടോ. മോനെ, ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു തരുമോ? ചിരിച്ചേ ചിരിച്ചേ. സൂപ്പർ. പിള്ളേർക്ക് അയച്ചു കൊടുക്കാനാ. അവർക്ക് ഇങ്ങനെ ദിവസവും 4 പടം കിട്ടും കേട്ടോ. അല്ലാതെ അതിൽ പുതുമയൊന്നുമില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മക്കളെ.
പോവാം. പോട്ടെ മക്കളെ. ശരി. എന്ത് രസമല്ലേ അവരുടെ പ്രണയം കാണാൻ. നല്ല മനുഷ്യരങ്ങനെയാ. നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നു. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ മോളെ? മാംസം ഇപ്പൊ മോളുടെ മുഖം കണ്ടാൽ ഒരു തെളിച്ചമുണ്ട്. മോളെ പറ്റുമെങ്കിൽ ഇക്കഴിഞ്ഞ 2 ദിവസങ്ങള് മനസ്സിൽ നിന്ന് അങ്ങ് നുള്ളിക്കളയും. ഇനി നിനക്കൊരു കുഴപ്പവും വരാതെ അച്ഛൻ നോക്കിക്കോളാം. സൂര്യ, നന്ദിനിയെ കാണാതായപ്പോ മുതൽ എത്രയായിരുന്നു അവൾക്ക് വേണ്ടിയുള്ള ശ്രദ്ധയും ശ്രമവും അതിനി മുതൽ എപ്പോഴും ഉണ്ടാവണം. മനസ്സിലായോ? നടക്ക. അപ്പോ ഞാൻ വീണാലും താൻ പിടിക്കുമല്ലേ? ഇത് പ്രേമം കൊണ്ടൊന്നും അല്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ വീണാല് ഇത് സാധാരണ സംഭവം. ഇവരിത് എങ്ങോട്ട് പോയതാ? ഇത്ര നേരമായിട്ട് ഒന്ന് കാണാത്ത. ഞാൻ വിളിച്ചു. അവര് ക്ഷേത്രത്തിലാണെന്നാ പറഞ്ഞത്. ഓ, ഇനിയിപ്പൊ വന്ന അവള് രക്ഷപ്പെട്ടതിന്റെ സാഹസിക കഥകളും കൂടെ കേൾക്കണം. അവള് മമ്മിയെ രക്ഷിച്ചതിന്റെ വീമ്പ് പറിച്ചില് വേറെ. അവള് മമ്മിയോട് അങ്ങനെയൊന്നും പറയില്ല. പക്ഷേ ഒരു കാര്യം സമ്മതിക്കണം, ആന്റിയോട് അല്പമെങ്കിലും ദേഷ്യം നന്ദിനിക്കുണ്ടായിരുന്നെങ്കിൽ നന്ദിനി കണക്ക് തീർത്തേനെ. ആന്റി കാരണമാണ് നന്ദിനിക്കിത് സംഭവിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും ആന്റി ലോക്കപ്പിൽ കിടന്നേനെ. ഇതൊക്കെ പറയും അവളല്ല, ഏട്ടൻ. മമ്മി തോറ്റത് ഏട്ടൻ ആഘോഷിക്കാതിരിക്കോ? വാ മോളെ. എടോ, താനെന്താ നോക്കി നിൽക്കുന്നേ? നമ്മുടെ വീടല്ലേ? പിന്നെ മോളെ, ഈ ഓട്ടവും ചാട്ടവും ഒക്കെ കഴിഞ്ഞ് നിനക്ക് നല്ല ക്ഷീണം ഉണ്ടാവും. ഇന്നിനി പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. പോയി നന്നായിട്ടൊന്നും കിടന്ന് ഉറങ്ങ. കറക്റ്റ്. തന്റെ ക്ഷീണം മാറിയിട്ടല്ലാതെ അടുക്കള കയറാൻ പാടില്ല, കേട്ടല്ലോ?